മക്കളെ എല്ലാവർക്കും സുഖം തന്നല്ലോ. നമ്മുടെ എക്കണോമിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. റിസൾട്ടൊക്കെ ഒന്ന് മാർക്കൊക്കെ അറിഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇത്രയും മാർക്ക് കിട്ടിയത് ക്ലാസ്സിൽ പഠിപ്പിച്ച് അടി ചെന്ന് ചോദ്യം ചോദിച്ച് എല്ലാം നടത്തിയിട്ടാണ്. ഇനി അങ്ങനെയല്ല, ഓൺലൈൻ ക്ലാസ്സാണ്, ആരും അങ്ങനെ പഠിക്കുന്നില്ല. ഉളപ്പിയാൽ എല്ലാം തകരും. അതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേട്ടിട്ട് അത് വെച്ച് നിങ്ങൾ തന്നെ നോട്ട് ആദ്യം തയ്യാറാക്കി അത് വായിച്ച് നോക്കിയിട്ട് ഞങ്ങൾ തരുന്ന നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് ഭംഗിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സാറുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ ചെയ്യണം. മറക്കരുത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ മാക്രോ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രണ്ടാമത്തെ ചാപ്റ്ററായ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ഭാഗം പഠിച്ചു നിർത്തി. ചോദ്യം ഇതാണ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നാണ് പഠിച്ചത് നമ്മൾ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ എന്ന്, പണത്തിന്റെ ചക്രീയ പ്രവാഹം എന്ന് പഠിക്കുകയുണ്ടായി. അതില് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗം ഞാൻ പഠിപ്പിച്ചു, ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഒന്നാമതായിട്ട് റിയൽ ഫ്ലോ എന്നും രണ്ടാമതായിട്ട് മണി ഫ്ലോ. മലയാളത്തിലെ മക്കൾക്ക് യഥാർത്ഥ പ്രവാഹം എന്നും പണപ്രവാഹമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ സ്റ്റോക്കും ഫ്ലോയും പഠിച്ചതുപോലെയാണ് 2 സെക്ടർ മോഡലിൽ 2 പ്രധാനപ്പെട്ട ഫ്ലോകളുണ്ട്. ഒന്നാമത്തത് റിയൽ ഫ്ലോയും രണ്ടാമത്തത് മണി ഫ്ലോയും. 2 പടങ്ങൾ ഞാൻ ആദ്യം വരയ്ക്കുന്നു. നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നു. 2 ബോക്സുകൾ നമ്മൾ വരച്ചു, ഒരേ നീളത്തിലും വലിപ്പത്തിലും ഒക്കെ. അതുപോലെ ഈ ഭാഗത്ത് അന്ന് വരച്ചില്ല, ഞാൻ ഒന്ന് വരയ്ക്കുകയാണ്. അതുപോലെ 2 ബോക്സുകൾ നമ്മൾ ഈ റൈറ്റ് സൈഡിന് വരച്ചു. കണ്ടല്ലോ, എല്ലാവരും ബോളിൽ നോക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്തു. അടുത്ത ആരോ മാർക്കും അതേ ലെവൽ റൗണ്ട് വരച്ചാലും മതി. ഇങ്ങനെ വരച്ചു. അതുപോലെ ഇവിടെയും റൗണ്ട് ആരോ മാർക്ക് കൊടുക്കുക. ഉണ്ടല്ലോ. എന്നിട്ട് ഇവിടെ എഴുതാനുള്ളത് ഫാം, ഇംഗ്ലീഷ് കാര്യം. ഇപ്പുറത്ത് ഹൗസ് ഹോൾഡ്. മലയാളത്തിലെ കുഞ്ഞുങ്ങള് ഉൽപാദന യൂണിറ്റ്, ഇവിടെ ഗാർഹിക യൂണിറ്റ്, ഇവിടെയും അതുപോലെ തന്നെ ഫാം ഉൽപാദന യൂണിറ്റ് എന്നും ഇപ്പുറത്ത് ഹൗസ് ഹോൾഡ് ഗാർഹിക യൂണിറ്റ് എന്നോ ഗാർഹിക മേഖല ഒന്നും എഴുതാം. തെറ്റിപ്പോകരുത്. 2 ഒരേ രീതിയിൽ നോക്കിയാണ്. ആരോ മാർക്കും നേരത്തെ എഴുതി എഴുതണം. നമ്മൾ വലിയ പടം വരയ്ക്കാൻ 2 കൂടെ തിരിഞ്ഞു പോകും. ഇവിടെ എഴുതേണ്ടുന്നത് ഫാക്ടർ സർവീസസ്, ബ്രാക്കറ്റില് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. താഴത്തെ ഭാഗത്ത് എഴുതേണ്ടത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. നോക്ക്, മലയാളത്തിലെ കുഞ്ഞുങ്ങള് കടക സേവനങ്ങൾ, മറക്കൽ നോക്കിയോണം, കടക സേവനങ്ങൾ എന്ന് എഴുതി. ഭൂമി,
തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം. ഇവിടെ അന്തിമ സാധന സേവനങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കേണ്ടുന്നത് ഇവിടെ നമ്മൾ നേരെ എഴുതി. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് നേരെ ഇതിൽ ഒന്നാമത് തുടങ്ങുന്ന ഹൗസ് ഹോൾഡിൽ നിന്നാണ് രണ്ടാമത്തെ ഫേമിലെത്തും. ഇവിടെ ഒന്നാമത് ഫേമും രണ്ടാമത് ഹൗസ് ഹോൾഡ് നേരെ തിരി നോക്കിയാണ്. ആദ്യത്തേൽ ഒന്നാമത്തെ ഹൗസ് ഹോൾഡ്, രണ്ടാമത്തെ ഫേം. രണ്ടാമത്തേൽ ആദ്യത്തത് ഫേമും രണ്ടാമത്തെ ഹൗസ് ഹോൾഡ്. അവിടെ നിങ്ങൾ എഴുതേണ്ടുന്നത് ഫാക്ടർ പേയ്മെന്റ്. എന്താ നേരത്തെ ഫാക്ടർ സർവീസിന് പകരം ഫാക്ടർ പേയ്മെന്റ്, അതായത് മലയാളത്തില് കടക അടവുകൾ. അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന ലാൻഡ് വിൽ ഗെറ്റ് റെന്റ്, ഇവിടെ റെന്റ്. ലേബർ വിൽ ഗെറ്റ് വേജ്, ക്യാപിറ്റൽ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്, ഓർഗനൈസർ വിൽ ഗെറ്റ് പ്രോഫിറ്റ്. അതാണ്, അതായത് പാട്ടം, വേതനം, പലിശ, ലാഭം. എന്നിട്ട് ഹൗസ് ഹോൾഡിൽ നിന്ന് പോകേണ്ട സാധനം എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതായത് ഉപഭോഗ ചെലവ്. ഈ പടം വരച്ചാൽ എല്ലാം കറക്റ്റ് ആവും. നോക്കിയാണ് ഇപ്പൊ ഒരു പുകമയം പോലെയാണ്. നോക്ക, ഇനി റിയൽ ഫ്ലോ പറയാണ് ഞാൻ. ആ പടം പറഞ്ഞുതരാം. 2 ബോക്സുകൾ വരയ്ക്കുക ഒരേ നീളത്തിലും വലുപ്പത്തിലും. എന്നിട്ട് ഹൗസ് ഹോൾഡിൽ നിന്ന് ഒരു റൗണ്ട്, അത് കോമ്പസ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങളെ കൈവശമുള്ള ഏതെങ്കിലും റൗണ്ട് ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുക. ആരോ മാർക്ക് കൊടുത്തിട്ട് അതിനകത്ത് ഇംഗ്ലീഷുകാരെ ഫാക്ടർ സർവീസ് എന്ന് എഴുതാം. എന്നിട്ട് LLCO എന്താണെന്നൊക്കെ അറിയാം, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. മലയാളത്തിലെ കുഞ്ഞുങ്ങൾ ഘടക സേവനങ്ങൾ എന്ന് എഴുതിയിട്ട് ഭൂമി, തൊഴിൽശക്തി, മൂലധനം, സംഘാടനം. എന്നിട്ട് അത് ഫാമിൽ നിന്ന് വീണ്ടും ഒരു ആരോ മാർക്ക് നേരെ ഹൗസ് ഹോൾഡിലേക്ക് പോകണം. അവിടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അന്തിമ സാധന സേവനങ്ങൾ. എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ്. ഇത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. ആദ്യത്തേത് എന്താണ് റിയൽ ഫ്ലോ അഥവാ യഥാർത്ഥ പ്രവാഹം. നോക്ക്, ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കാം. ഫാക്ടർ സർവീസസ് such as land, labor, capital and organization from household to firm and return final goods and services from firm to household is called a real flow. അതായത് ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം. ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക മേഖലയിൽ നിന്നും ഉൽപാദന മേഖലയിൽ എത്തിച്ചേർന്ന ശേഷം അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായി തിരിച്ച് ഗാർഹിക മേഖലയിൽ എത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യഥാർത്ഥ പ്രവാഹം. അപ്പൊ എവിടെ നിന്ന് തുടങ്ങുന്നു? ഹൗസ് ഹോൾഡിൽ നിന്ന് തുടങ്ങുന്നു. അത് എങ്ങോട്ട് പോകുന്നു? ഫേമിലേക്ക് പോകുന്നു. എന്തൊക്കെ പോകുന്നു? ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽ ശക്തി, മൂലധന, സംഘടന. അതായത് നമ്മുടെ അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാൻ ആഹാരമൊക്കെ എടുത്ത് നേരെ ജോലി സ്ഥലത്ത് പോകുന്നു. അതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. അവിടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളും മറ്റും വാങ്ങിച്ച് അദ്ദേഹം നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തും. അത് എല്ലാ ദിവസവും ഇതേ രീതിയിലും പിന്തുടർന്ന് പോകുന്നു.
അതാണ് യഥാർത്ഥ പ്രവാഹം. മനസ്സിലായ? ഫാക്ടർ സർവീസസ് സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഫ്രം household to firm and return final goods and services from firm to household is called a real flow. മലയാളക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുന്നു. ഘടക സേവനങ്ങളായ, ഇത് പറയുന്ന കാര്യം എപ്പോഴും നിങ്ങൾ പെൻസിലാ വെച്ചോങ്ങനെ എഴുതിയെടുക്കണം. ആദ്യം ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക മേഖലയിൽ നിന്നും ഉൽപാദന മേഖല എത്തിയ ശേഷം അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായി തിരിച്ച് ഗാർഹിക മേഖല എത്തുമ്പോൾ അതിനെ യഥാർത്ഥ പ്രവാഹം എന്ന് പറയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കണം, ആരോ മാർക്ക് കൊടുക്കുന്നത് ഇവിടെ നിന്ന് വേണം കൊടുക്കുക. ഒന്നാമത്തേല് ഞാൻ ഒന്നെന്നുടയിട്ടുണ്ട്. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകണം, എന്നിട്ട് ഫേമിൽ നിന്നാണ് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നത്. അത് ഘടക സേവനങ്ങളായിട്ടുള്ള ഫാക്ടർ സർവീസ്. ഇനി മണി ഫ്ലോ. ഇനി നമുക്ക് മണിയെ കുറിച്ചൊക്കെ, പണത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ബാങ്കിങ് തിയറിയിൽ പഠിക്കണം. പണം എന്താണെന്ന് നമുക്കറിയാം. പണം, മണി ഈസ് വാട്ട് മണി ഡസ് എന്നാണ് പറഞ്ഞത്. പണം ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ പണം എന്ന് പറയുന്നത്. അതായത് മണി ഈസ് ജനറലി അക്സെപ്റ്റബിൾ ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മെഷർ ഓഫ് വാല്യൂ എന്നാണ്. കൈമാറ്റ മൂല്യമുള്ളതും ശേഖരിച്ചു വെക്കാൻ കഴിയുന്നതും ഒരു വിതരണ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നതുമായ വസ്തുവാണ് പണം. ഈ പണത്തിന്റെ പ്രവാഹം, മണി ഫ്ലോ നോക്കാം. നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ഇവിടെ വയ്ക്കാണ്. ഫേമിന് ഒന്നാമത്തെ നമ്പർ കൊടുത്തു. നോക്ക്, ഫാക്ടർ പേയ്മെന്റ്സ് സച്ച് ആസ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫ്രം ഫേം ടു ഹൗസ് ഹോൾഡ് ആൻഡ് റിട്ടേൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേം ഈസ് കോൾഡ് മണി ഫ്ലോ. അതായത് ഘടക അടവുകളായ, നേരത്തെ ഘടക സേവനങ്ങളായിരുന്നു, ഇത് ഘടക അടവുകൾ. ഘടക അടവുകളായ പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവ ഫേമിൽ നിന്നും, അതായത് ഉൽപാദന മേഖലയിൽ നിന്നും ഗാർഹിക മേഖലയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഉപഭോഗ ചെലവുകളായി തിരിച്ച് ഉൽപാദന മേഖലയിൽ എത്തിച്ചേരുന്ന പ്രവാഹത്തെ പണപ്രവാഹം എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയുന്നു, ഘടക അടവുകളായ പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവ ഉൽപാദന മേഖലയിൽ നിന്നും ഗാർഹിക മേഖല എത്തിയ ശേഷം അവിടെ നിന്ന് ഉപഭോഗ ചെലവുകളായി തിരിച്ച് ഉൽപാദന മേഖല എത്തിച്ചേർന്നതിനെ പറയുന്ന പേരാണ് പണപ്രവാഹം. കൃത്യമായിട്ടും ചോദിക്കും മക്കളെ, പഠിക്കാതെ പോകരുത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പല തരത്തിലാണ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാണ്, പടം തെറ്റിപ്പോകരുത്. പരീക്ഷയ്ക്ക് പടം മാത്രം തരും. അതായത് ഞാൻ ഒരു പടം വരച്ചിട്ട് പറഞ്ഞു തരികയാണ്. ഇവിടെ യഥാർത്ഥ പ്രവാഹം എന്നല്ലെങ്കിൽ റിയൽ ഫ്ലോ എന്ന് തന്നിട്ട് ഇവിടെ നോക്കിയാണ് പല രീതിയിൽ പറ്റിക്കാൻ തരും. ഇതുപോലെ റൗണ്ട് ഇട്ട് കണ്ടല്ലോ, റൗണ്ട് ഇട്ടിട്ട് ആരോ മാർക്ക് തരും. ആരോ മാർക്ക് എന്ന് പറഞ്ഞ തെറ്റിച്ചായിരിക്കും തരുന്നത്. നോക്കിയാൽ എന്താന്ന് നോക്കാം നമുക്ക്. അതായത് നോക്കിയോ, നമ്മൾ നേരത്തെ എഴുതിയ ആരോ മാർക്കല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ അവര് ഈ ഭാഗത്തായിരിക്കും. ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് നോക്കിയാണ്, നമുക്കറിയാം ഇവിടെ ഹൗസ് ഹോൾഡ് തിരിച്ചെഴുതിയിരിക്കുന്നത്. ഹൗസ് ഹോൾഡ് ഇവിടെ ഫേം എന്ന് എഴുതിയേക്കും. നമുക്കറിയാം ഒന്നാമത്തെ പടത്തില്
ഫേമിൽ നിന്ന് വേണം എപ്പോഴും, ഹൗസ് ഹോൾഡിൽ നിന്ന് വേണം എപ്പോഴും പോകാൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് തിരിച്ചെഴുതി വെച്ചു, പരീക്ഷ തന്നേക്കുന്നത് നേരെ തിരിച്ച്. അപ്പോൾ ഹൗസ് ഹോൾഡിൽ നിന്ന് ആരോ മാർക്ക് പോയാൽ എപ്പോഴും നിങ്ങൾ ആലോചിച്ചോളണം റിയൽ ഫ്ലോ ആണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടർ സർവീസ് അഥവാ ഘടക സേവനങ്ങൾ എഴുതിയത് കൂടെ കൊണ്ടുവരണം തിരിച്ച്. മേലെ എഴുതിയേക്കുന്ന താഴെ എഴുതണം ഘടക സേവനങ്ങൾ. അപ്പൊ ഘടക സേവനങ്ങൾ എന്ന് വരുമ്പോൾ ഇവിടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പടം നേരെ തിരിച്ചു. കണ്ട നമ്മളെ പറ്റിക്കാൻ വേണ്ടി തരികയാണ്. അപ്പൊ ഒന്നാമത് ആരോ മാർക്ക് നോക്കണം. ഹൗസ് ഹോൾഡിൽ നിന്ന് എഴുതി, ഹൗസ് ഹോൾഡിൽ നിന്നാണ് ആരോ മാർക്ക് പോയാൽ അത് റിയൽ ഫ്ലോ ആണ്, യഥാർത്ഥ പ്രവാഹമാണ്. മനസ്സിലായ? അപ്പൊ നോക്ക്, ഇപ്പൊ തിരിച്ച് ഈ പടവും ചോദിക്കും. അപ്പോൾ ഭംഗിയായിട്ട് പടം കാണാതെ പഠിച്ച് വെച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഇത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ തെറ്റിപ്പോയി പടം ആവർത്തിച്ച് വായിക്കേണ്ടി. ഇപ്പം നമ്മൾ സ്കൂളിൽ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനിത് നിങ്ങളെ കൊണ്ട് പല പ്രാവശ്യം ഞാൻ ബോർഡിലും പേപ്പറിൽ ഞാൻ തിരിച്ചും മറിഞ്ഞ് ആരോ മാർക്ക് ഇട്ട് തരും. അപ്പോൾ ഹൗസ് ഹോൾഡിൽ നിന്നാണ് ആരോ മാർക്ക് പോകുന്നതെങ്കിൽ അത് റിയൽ ഫ്ലോ തന്നെയാണ്. അത് പിന്നെ ഫേമിൽ നിന്നും അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകും. ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുമ്പോൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇത് നേരെ തിരിച്ചു തരും. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇത് ഒന്നും കൂടി പറയാണ്, ഇനി പറയില്ല. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ക്യാൻ ബി ടു ഫ്ലോ ഓഫ് ഇൻകം. ഫസ്റ്റ് റിയൽ ഫ്ലോ, second money flow. A real flow means factor services such as land, labor, capital and organization from household to firm and retain final goods and services from firm to household is called real flow. Second, money flow. Factor payment such as rent, wage, interest and profit from firm to household and retain consumption expenditure from household to firm is called money flow. പണത്തിന്റെ ചാക്രിക പ്രവാഹത്തെ രണ്ട് പ്രധാനപ്പെട്ട പണപ്രവാഹമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് യഥാർത്ഥ പ്രവാഹവും രണ്ടാമത്തെ പണപ്രവാഹവും. ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽശക്തി, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക മേഖലയിൽ നിന്നും ഉൽപാദന മേഖലയെത്തി അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായി തിരിച്ച് ഗാർഹിക മേഖല എത്തിച്ചേർന്ന പ്രവാഹത്തെ യഥാർത്ഥ പ്രവാഹമെന്നും, ഘടക അടവുകളായ പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവ ഉൽപാദന മേഖലയിൽ നിന്നും ഗാർഹിക മേഖല എത്തി അവിടെ നിന്ന് ഉപഭോഗ ചെലവുകളായി തിരിച്ച് ഫേമിൽ തന്നെ എത്തിച്ചേർന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് പണപ്രവാഹം. മനസ്സിലായ? ഇനി ഇത് രണ്ടെണ്ണം പഠിച്ചാൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു എസ്സേ തയ്യാറാക്കുകയാണ്. ഇത് പ്രത്യേകം ചോദിക്കുമ്പോൾ എഴുതുന്നത്. ഇനി ആ 3 മാർക്കിനോ 5 മാർക്കിനോ 8 മാർക്കിനോ എസ്സേ ചോദിച്ചാൽ 8 മാർക്കിന് ചോദിച്ചാൽ ഇത് ഉൾപ്പെടെ എഴുതണം. ഇനി 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. ചോദ്യം ഇതാണ്, നേരത്തെ പറഞ്ഞാണ് 2 സെക്ടർ മോഡൽ. ആ 2 സെക്ടർ മോഡൽ എന്ന് പറഞ്ഞാൽ ദി മേഖല മാതൃക മലയാളക്കാർക്ക് ദി മേഖല മാതൃക. അതായത് സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ. ഇത് നമ്മളെ എസ്സേയുടെ പേര്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ മോഡൽ. ദി മേഖല മാതൃകയിലെ പണത്തിന്റെ ചക്രീയ പ്രവാഹം. 2 മേഖല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ മേഖല ഫേമും രണ്ടാമത്തെ മേഖല ഹൗസ് ഹോൾഡ്. ഇതാണ് 2 മേഖല, ഉൽപാദന യൂണിറ്റ് എന്നും ഗാർഹിക യൂണിറ്റ് എന്നും. ഇത് ചോദിക്കുമ്പോൾ 8 മാർക്കിന് ചോദിച്ചാൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന ഡെഫിനിഷൻ, അതായത് നമ്മൾ പിക്ചറൽ ഇലസ്ട്രേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് പറഞ്ഞത് ആദ്യം പഠിപ്പിച്ച് നോട്ട് നിങ്ങൾ പഠിച്ചു കാണും തോന്നുന്നു. അത് ആദ്യം എഴുതുക, എന്നിട്ട് 2 ഫ്ലോയും എഴുതുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ടുന്നത് ശ്രദ്ധിക്കുക, 2 മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ എഴുതണം.
ഈ 2 സെക്ടർ മോഡലിൽ പ്രധാനമായി രണ്ട് മാർക്കറ്റുകൾ മാർക്കറ്റ്. There are two important markets in a 2 sector model. ദി മേഖലാ മാതൃകയിൽ രണ്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അഥവാ വിപണി അഥവാ കമ്പോളമുണ്ട്. നമുക്കറിയാം, കമ്പോളം എന്ന് പറഞ്ഞാൽ, വിപണി എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് മീൻസ് ഓൾ ദ ഏരിയാസ് ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഫോർ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റീസ് എന്ന് അനീഷ് സാർ പഠിപ്പിക്കുന്ന ഭാഗത്തുള്ള മാർക്കറ്റ്. മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോസ്പണിയും ഒളിഗോസ്പണിയും ഇഷ്ടംപോലെ മാർക്കറ്റ് എന്ന് പഠിക്കും. അവിടെ പറഞ്ഞു, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കളെയും ഉൽപാദകരെയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് മാർക്കറ്റ്. അത് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട, എവിടെ വെച്ചാണോ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നത് ആ സ്ഥലമാണ് മാർക്കറ്റ്. ഇപ്പൊ 2 സെക്ടർ മോഡലിൽ രണ്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് ഉണ്ടാവും. ഒന്നാമത്തെ മാർക്കറ്റിന്റെ പേര് പ്രോഡക്റ്റ് മാർക്കറ്റും രണ്ടാമത്തെ മാർക്കറ്റിന്റെ പേര് ഫാക്ടർ മാർക്കറ്റുമാണ്. അപ്പൊ മാർക്കറ്റില് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന ഭാഗത്ത് റിയൽ ഫ്ലോയും മണി ഫ്ലോയും ഉൾപ്പെടെ രണ്ട് മാർക്കറ്റ് ഉണ്ട്. പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാല് ഉൽപ്പന്ന കമ്പോളം എന്നും ഫാക്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഘടക കമ്പോളം എന്നും. ഇനി എന്താണ് പ്രോഡക്റ്റ് മാർക്കറ്റ്? ചില കടയിൽ ചെന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഉൽപ്പന്നമായിട്ട് സാധനങ്ങൾ വാങ്ങാം. ചില സ്ഥലത്ത് എന്നാൽ ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള സാധനങ്ങളെ കിട്ടും നമുക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഒരു ഊണ് വാങ്ങുന്നു, അവര് നമുക്ക് വീട്ടിൽ കൊണ്ട് ചില ഇവിടെ വെച്ച് കഴിക്കാനുള്ള ഊണ് അവരെല്ലാം കൂടെ തരുന്നു. അത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് പ്രോഡക്റ്റ് മാർക്കറ്റ്. പ്രോഡക്റ്റ് എന്നാൽ ഒരു പരാജന കിടക്കുന്ന അരിയും പരാജനം വാങ്ങുന്നു, അത് പ്രോഡക്റ്റ് മാർക്കറ്റ് അല്ല, അത് ഫാക്ടർ മാർക്കറ്റാണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. പ്രോഡക്റ്റ് മാർക്കറ്റ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രോഡക്റ്റ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രവാഹമായി നിലകൊള്ളുന്ന കമ്പോളത്തെ ഉൽപ്പന്ന കമ്പോളം എന്ന് പറയുന്നു. സാധനങ്ങളും സേവനങ്ങളും പ്രവാഹം നടത്തുന്ന കമ്പോളം ഏതാണോ ആ കമ്പോളത്തെയാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റ് അഥവാ ഉൽപ്പന്ന കമ്പോളം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് സാധനങ്ങളും കിട്ടും, സേവനവും കിട്ടും. കട കഴിച്ചിട്ടുണ്ട്, ബെസ്റ്റ് സർവീസ് ഈസ് അവർ മോട്ടീവ് എന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല സേവനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ തരും. ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു സാധനം വാങ്ങി കാലാവധിക്ക് മുമ്പ് അത് കേടായാൽ പകരം സാധനം തരുമ്പോൾ അത് ഗ്യാരണ്ടിയിൽ വരുന്നത്. വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് കാലാവധിക്ക് മുമ്പ് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ ഏത് ഭാഗമാണോ അത് അവർ ശരിയാക്കി തരുന്നതാണ്. അതുപോലെ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സാധനങ്ങളും തരും സേവനങ്ങളും തരും. ഇപ്പൊ പ്രോഡക്റ്റ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും ഒരു ഉപഭോക്താവിന് നേരിട്ട് നൽകുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന മാർക്കറ്റാണ് പ്രോഡക്റ്റ് മാർക്കറ്റ്. എന്നാൽ ഫാക്ടർ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. കണ്ടോ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ നൽകപ്പെടുന്ന മാർക്കറ്റിനെ. ഒരു പലവ്യഞ്ജന കടയിൽ ചെന്ന് ചോറ് വെച്ച് തരത്തില്ല, അവർ അത് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ തരൂ. അത് അവിടെ ഫാക്ടർ മാർക്കറ്റാണ്. അപ്പോൾ ഫാക്ടർ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം, എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ആൻ ഔട്ട്പുട്ട്. ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ അതിനെ പറയുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പഠിച്ചു. അപ്പോൾ there are two important market in 2 sector model. Number 1 factor market, number 2 product market. Product market is the market of the flow of goods and services. Factor market is the market of the flow of factors of production. അപ്പോൾ ദി മേഖല മാതൃകയിൽ രണ്ട് പ്രധാനപ്പെട്ട കമ്പോളങ്ങൾ കാണപ്പെടുന്നു. ഒന്നാമത്തെ കമ്പോളത്തെ ഉൽപ്പന്ന കമ്പോളമെന്നും രണ്ടാമത്തെ കമ്പോളത്തെ
ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നു. അതായത് സാധന സേവനങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകുന്ന മാർക്കറ്റിനെ പ്രോഡക്റ്റ് മാർക്കറ്റ്, ഉൽപ്പന്ന മാർക്കറ്റ് എന്ന്. എന്നാൽ ഒരു സാധനം നിർമ്മിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾ നൽകുന്ന കമ്പോളത്തെ പറയുന്ന പേരാണ് ഫാക്ടർ മാർക്കറ്റ് അഥവാ ഘടക കമ്പോളം. മക്കൾ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും തന്നെ ഈ സാർ നോട്ട് അയച്ചതിന് മുമ്പ് ഇതങ്ങ് വായിച്ചു പഠിക്കണം. നമ്പർ മറക്കല് 1, 2. ഇത് ഇവിടെ ഹൗസ് ഹോൾഡ് 1 ആണെങ്കിൽ ഇവിടെ ഫേം 2, അടുത്തതിൽ ഫേം 1, ഹൗസ് ഹോൾഡ് 2. ഇത് പഠിച്ചു വെച്ചില്ലെങ്കിൽ ആകെ തെറ്റും. അതായത് ഫാക്ടർ സർവീസും ഫാക്ടർ പേയ്മെന്റും. ഫാക്ടർ സർവീസ് വരുന്ന റിയലിലും ഫാക്ടർ പേയ്മെന്റ് വരുന്നത് മണി ഫ്ലോയിലുമാണ്. ഓക്കെ മക്കളെ, ഭംഗിയായിട്ട് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.